ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു നല്ല സായാഹ്നത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നത് നല്ലൊരു പുസ്തകത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. പുസ്തകം എന്നും ഒരു നല്ല ഗുരുവിന് തുല്യമാണ്. വായിക്കുന്ന ഓരോ ആളുകളിലേക്കും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഒരു വിത്തെങ്കിലും പാകാതെ ഒരു പുസ്തകവും നമ്മുടെ കയ്യിൽ നിന്നും കടന്നു പോകാറില്ല. ആ ഓരോ വിത്തും ഒരുപാട് വലിയ മരങ്ങളും കായ്ഫലങ്ങളുമായി വർഷങ്ങളോളം നമുക്കിടയിൽ നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ ഓരോ ബുക്കും ഇവിടെ പ്രസന്റ് ചെയ്യുന്ന ഓരോരുത്തരും നമുക്കെന്നും തുല്യർ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വായനോത്സവം ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എക്സെല്ല സ്കിൽസ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ അക്കാദമിയാണ്. താങ്ക് യു എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ടീം ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇവിടെ നമ്മുടെ ഇതിന്റെ സ്പോൺസറായി വന്നതിന് താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ബുക്ക് അവതരിപ്പിക്കുന്ന ആളെ പരിചയപ്പെടുത്തലാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഫ്സൽ സാർ തന്നെയാണ്. അഫ്സൽ സാറിനെ പറയുകയാണെങ്കിൽ അഫ്സൽ സാർ തൃശ്ശൂർ ചാപ്റ്ററിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, നമ്മുടെ SDP ഡയറക്ടർ കൂടിയാണ്. സാർ തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് താമസിക്കുന്നത്. ഒരു ട്രെയിനർ എന്ന രീതിയിൽ NSDC സർട്ടിഫൈഡ് മാസ്റ്റർ ട്രെയിനർ ആണ്, സ്റ്റേറ്റ് സർട്ടിഫൈഡ് ട്രെയിനർ ആണ്. എറണാകുളം ഇൻഫോ പാർക്കിലെ ഒരു ഫേമിൽ അനലൈസിംഗ് റിപ്പോർട്ടർ ആയിട്ട് ജോലി ചെയ്യുന്നു. ഒരു ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ സജീന ഹോമിയോ ഡോക്ടറാണ്. കൊടുങ്ങല്ലൂർ ഒരു പ്രൈവറ്റ് ക്ലിനിക് നടത്തുകയാണ്. 2 മക്കളാണുള്ളത്. ഹസാൻ അഫ്സൽ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, അസീം അഫ്സൽ 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. സർ അവതരിപ്പിക്കുന്ന ബുക്ക് ദ വേൾഡ് ചേഞ്ചസ് മാനിഫെസ്റ്റോ, റോബിൻ ശർമ്മയുടെ വളരെ പ്രശസ്തമായ ബുക്കാണ്. ഈ ബുക്കിനെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് അവതരിപ്പിക്കുന്ന ആളിൽ നിന്ന് കേൾക്കുന്നത് തന്നെയാണ് ഏറ്റവും മനോഹരമായിരിക്കുക. അതുകൊണ്ട് ഈ ഫ്ലോർ ഈ ബുക്ക് അവതരിപ്പിക്കുന്നതിനായിട്ട് അഫ്സൽ സാറിന് കൈമാറുകയാണ്. അഫ്സൽ സാർ പ്ലീസ്. താങ്ക് യു സ്മിത മാം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ. ഈ മനോഹരമായൊരു സായാഹ്നം നമുക്കിങ്ങനെ ഒരുമിച്ചിരിക്കാനും കുറച്ച് സമയം ഒരു പുസ്തകത്തിന് വേണ്ടി ചെലവഴിക്കാനും കഴിഞ്ഞു എന്നുള്ളതിൽ സർവേശ്വരന് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ഒരു വായനോത്സവം സംഘടിപ്പിക്കുന്ന പോസിറ്റീവ് കമ്മ്യൂൺ തൃശ്ശൂർ ചാപ്റ്ററിനെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് റോബിൻ ശർമ്മയുടെ ദ വേൾഡ് ചേഞ്ചേഴ്സ് മാനിഫെസ്റ്റോ എന്നുള്ള ഒരു പുസ്തകമാണ്. റോബിൻ ശർമ്മ എന്ന പേര് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലും ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. ഇതിനു മുമ്പ് ഒരു സെഷനിൽ നമ്മുടെ കാർത്തിക മാം ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെരാരി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇവിടെ ചർച്ച ചെയ്തിരുന്നു. അന്ന് പറഞ്ഞ പോലെ ഈ റോബിൻ ശർമ്മ ഒരു കനേഡിയൻ റൈറ്ററാണ്. അതിലുപരി ഒരു മോട്ടിവേഷണൽ ലീഡർഷിപ്പ് ട്രെയിനറാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിനർമാരെ എടുത്താൽ അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റോബിൻ ശർമ്മ. ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെരാരി സീരീസിലെ പുസ്തകങ്ങളടക്കം ഏകദേശം 12ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം റോബിൻ ശർമ്മ ഫൗണ്ടേഷൻ ഫോർ ചിൽഡ്രൻ എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു ചാരിറ്റബിൾ ഇനീഷ്യേറ്റീവ് സംഘടിപ്പിക്കുന്നുണ്ട്. ശർമ്മ ലീഡർഷിപ്പ് ഇന്റർനാഷണൽ എന്ന പേരിൽ ലീഡർഷിപ്പ് ട്രെയിനിങ് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ റോബിൻ ശർമ്മയുടെ പുസ്തകങ്ങൾ പറയുമ്പോൾ 5 AM ക്ലബ്, മെഗാ ലിവിങ്, മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെരാരി, അതുപോലെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ തുടങ്ങിയ ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം ഒരു വായന എന്നതിലുപരി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചലനം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്ന രചനകളാണ്. അതായത് ഒരു ട്രാൻസ്ഫോർമേഷണലായിട്ട് ഉള്ള ഒരു പുസ്തകങ്ങളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് വായിക്കുന്നവരുടെ ഉള്ളിൽ ഒരു മാറ്റം ഈ പുസ്തകങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ വേൾഡ് ചേഞ്ചേഴ്സ് മാനിഫെസ്റ്റോ എന്ന പുസ്തകത്തിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് എനർജി ഉണ്ടായിരുന്നു, നല്ല പവർ ഉണ്ടായിരുന്നു, എന്തും ചെയ്യാനുള്ള ഒരു ആവേശവും
എന്തിനേയും ചോദ്യം ചെയ്യാനും അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരാവേശം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്ന കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള കുറേ ആളുകൾ, അവർക്ക് കുറേ സംശയങ്ങളുണ്ട്, അവർക്ക് കുറേ ഭയങ്ങളുണ്ട്, അവർക്ക് കുറേ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. ഇതൊക്കെ അവർ പയ്യെ പയ്യെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ നമുക്ക് പകർന്നു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകെ പോകെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആ ഭയങ്ങൾ അത് നമ്മളുടെ ഭയങ്ങളായി, അവരുടെ ആ ലിമിറ്റിംഗ് ബിലീഫ് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫായി, അവരുടെ ആ ചിന്തകൾ, ഡൗട്ട്, സംശയങ്ങൾ ഇതൊക്കെ നമ്മളുടേത് കൂടിയായി മാറി. എന്നിട്ട് ഒടുവിൽ നമ്മൾ ഓരോരുത്തരും അവരൊക്കെ ചിന്തിച്ച ലെവലിൽ ഒരു ആവറേജ് ജീവിതം, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം, മിനിമൽ ആയിട്ടുള്ള ഒരാരോഗ്യം, അങ്ങനെ ഒരു ചെറിയ ജോലി, ഒരു ചെറിയ കുടുംബം, ഒരു ചെറിയ ജീവിതം, ഈ രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഒതുങ്ങിപ്പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമ്മളെ അവിടെ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. നമ്മൾ കുറേ ആളുകളെ കാണുമ്പോൾ അവർ കുറെ കൂടി ഉയർന്ന രീതിയിലൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിത നിലവാരമുള്ള കുറെ ആളുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരികയാണ്. അവർക്ക് എന്തൊക്കെയോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു, നല്ല നല്ല അവസരങ്ങൾ അവർക്ക് കിട്ടി, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ എനിക്കില്ലാത്തതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെയും അവരങ്ങനെയും ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇല്ലേ? പലപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്തകൾ വരാറുണ്ട്. അവൻ അങ്ങനെ രക്ഷപ്പെട്ടു പോയത് ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താ പറയാ, അവൻ അങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ടാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ആ അവസരങ്ങളും ആ ഭാഗ്യങ്ങളും എല്ലാം നമുക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഈ ലിമിറ്റിംഗ് ബിലീഫും മറ്റാരൊക്കെയോ പകർന്നു തന്ന പേടിയും സംശയവും ഒക്കെയാണ് നമ്മളെ ആ നിലയിലേക്ക് എത്തുന്നതിൽ നിന്ന് തടഞ്ഞ് നിർത്തുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങളുടെ ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള എല്ലാ ഊർജവും എല്ലാ സാഹചര്യവും നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് റോബിൻ ശർമ്മ ദ വേൾഡ് ചേഞ്ചേഴ്സ് മാനിഫെസ്റ്റോയിലെ ആദ്യ അധ്യായം യുവർ റിട്ടേൺ ടു ഗ്രേറ്റ്നെസ് എന്ന ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യ ചാപ്റ്ററിൽ കേട്ടത് യുവർ റിട്ടേൺ ടു ഗ്രേറ്റ്നെസ് എന്നാണ്. അതുപോലെ 39 ചാപ്റ്ററുകൾ ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ വായിച്ച ആളുകൾക്കറിയാം, ആ പുസ്തകത്തിലുള്ള 101ഓളം അധ്യായങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വായിക്കാം. ഇന്ന സ്ഥലത്ത് പോയി നമ്മൾ വായിക്കണം എന്നില്ല. കാരണം ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന അധ്യായങ്ങളാണ്. നമുക്ക് എപ്പോഴും ഏത് ചാപ്റ്റർ വേണമെങ്കിലും പോയി വായിക്കാം എന്ന് പറയുന്നത് പോലെ ഇതിലെ ഏത് ചാപ്റ്റർ വേണമെങ്കിലും നമുക്ക് ചെന്നിട്ട് ഒന്നിനും മറ്റൊന്നുമായിട്ട് കണ്ടിന്യൂവേഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓരോന്നും ഒരു ദിവസം രാവിലെ നമ്മൾ ഈ പുസ്തകം എടുത്തിട്ട് അതിലൊരു ചാപ്റ്റർ വായിച്ചാൽ അത് തന്നെ നമുക്കൊരു ആവേശവും ഊർജവും ഒക്കെ ആയി മാറും. ഇനി നമ്മൾ റോബിൻ ശർമ്മ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ഗ്രാജുവേഷൻ ലെവൽ പോലും എത്തുകയില്ല എന്ന് അദ്ദേഹത്തെ പറയുന്ന ഒരു സാഹചര്യം അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ആ പ്രിൻസിപ്പളിന്റെ വാക്കുകളേക്കാൾ ഞാൻ എൻ്റെ ഇൻഡ്യൂഷനെ, എൻ്റെ ഉള്ളിൽ നിന്നുള്ള എന്നോടുള്ള ആ പറച്ചിലിനെയാണ് ഞാൻ പരിഗണിച്ചത്, അവരുടെ മർമ്മരങ്ങളെയല്ല എന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ ഒരു 5th സ്റ്റാൻഡേർഡ് ടീച്ചറാണ് അദ്ദേഹത്തെ സ്വന്തം കഴിവിൽ വിശ്വസിക്കാനും മുന്നോട്ട് പോകാനുമൊക്കെ ഒരു പ്രചോദനം നൽകിയത് എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. നമ്മളിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഓസ്റ്റിൻ സാർ ഒരു പുസ്തകം അവതരിപ്പിച്ചിരുന്നു. ഏതാണെന്ന് ഓർമ്മയുള്ള ആരെങ്കിലും ഒന്ന് പറയാവോ? റാം കെയർ ഓഫ് ആനന്ദി. അതെ, റാം കെയർ ഓഫ് ആനന്ദി. അപ്പൊ ആ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചുകൊണ്ട് ഓസ്റ്റിൻ സാർ അവതരിപ്പിച്ചപ്പോൾ അതിന്റെ ഫീഡ്ബാക്ക് സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, അതിന്റെ എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കയ്യെഴുത്തു പ്രതിയായി കൊണ്ടുപോയി അത് പബ്ലിഷ് ചെയ്ത് അത് നേരിട്ട് കൊണ്ടു നടന്ന് വിറ്റിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കായ ഓജോ ബോർഡ് എന്ന് പറയുന്ന ബുക്ക്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇവിടെ അതിപ്പോ ഒരു അഖിൽ
ഒരു സാധാരണക്കാരനായ അഖിലിന്റെ ജീവിതം അങ്ങനെയൊക്കെ ആയിരിക്കും. റോബിൻ ശർമ്മ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ദശലക്ഷക്കണക്കിന് കോപ്പികളാണ് ലോകം മുഴുവൻ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇടിച്ചു കയറി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പുതിയ പുസ്തകം ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ റോബിൻ ശർമ്മ ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്ന ചില കഥകളുണ്ട്. ഒരു ന്യൂയോർക്ക് ബുക്ക് സെല്ലിംഗ് കോൺഫറൻസിൽ ചിക്കാഗോയിൽ നടക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെരാരി എന്ന പുസ്തകത്തിന്റെ കവർ പേജ് ഒരു ടാഗ് പോലെ കഴുത്തിൽ ഇട്ടുകൊണ്ട് 2 കൈകളിലും പുസ്തകവുമായി ആ പുസ്തകം വിൽക്കാൻ വേണ്ടി ആ സമ്മേളനത്തിൽ നടന്ന ഒരു ഓർമ്മ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രസാധകരും അദ്ദേഹത്തെ അവഗണിക്കുന്നു. അദ്ദേഹം ആദ്യമായി പുസ്തകം കൊണ്ടുചെന്ന പ്രസാധകനും പറയുന്നുണ്ട്, ഇതൊരു വേസ്റ്റ് ആണ്, ഇതിനു വേണ്ടി ഞങ്ങൾ പണം മുടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുന്നുണ്ട്. എന്നാൽ ആ പുസ്തകങ്ങൾ അദ്ദേഹം കൊണ്ടു നടന്ന് വിൽക്കുന്ന കാഴ്ച, അദ്ദേഹത്തിന്റെ അമ്മ എഡിറ്റ് ചെയ്ത് അച്ഛൻ അദ്ദേഹത്തിന്റെ കൂടെ വിൽപ്പനയ്ക്ക് നടന്ന ആ പുസ്തകങ്ങൾ, അദ്ദേഹം ആദ്യമായിട്ടൊരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ ഒരു 23 പേര് പങ്കെടുത്ത ആ സെമിനാറിൽ 21 പേരും അദ്ദേഹത്തിന്റെ കുടുംബക്കാരായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ യാത്ര എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിവിടെ ഒരു അഖിലിന്റെ കഥ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ റോബിൻ ശർമ്മ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ എഴുത്ത് ജീവിതത്തിന്റെ ആദ്യകാലത്തിലോ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ജീവിതത്തിന്റെ ആദ്യകാലത്തിലോ ഇതുപോലെ ആരാധകര് ഇടിച്ചു കയറി വരുന്ന, അല്ലെങ്കിൽ ആളുകൾ പുസ്തകങ്ങൾക്ക് ക്യൂ നിൽക്കുന്ന, ലക്ഷക്കണക്കിന് കോപ്പികൾ അച്ചടിക്കുമെന്ന് കരുതി പ്രസാധകർ പുറകെ നടന്ന് പബ്ലിഷ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അപ്പോ നമ്മൾ എല്ലാവരുടെയും ഓപ്പർച്യൂണിറ്റികളും നമ്മളെല്ലാവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം ഒരുപോലെയാണ്. അവിടെ നമ്മുടെ നിതാന്ത പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അദ്ദേഹം ദ നമ്പർ 1 ഹാബിറ്റ് ഓഫ് സൂപ്പർ പ്രൊഡ്യൂസേഴ്സ് റൺ ഡെയിലി എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഈ കൺസെപ്റ്റ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ 5 AM ക്ലബ്ബ് എന്ന പുസ്തകവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്ന അതേ ആശയങ്ങൾ തന്നെയാണ് അദ്ദേഹം ഈ ഒരു അധ്യായത്തിലും പങ്കുവെക്കുന്നത്. 5 AM ക്ലബ്ബ് എനിക്ക് തോന്നുന്നു പലരും കേട്ടിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ എന്താണ് 5 AM ക്ലബിന്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്? ആരും കേട്ടിട്ടില്ലേ? അതായത് എന്നാ ഞാൻ തന്നെ പറയാട്ടോ. നമ്മുടെ 5 AM ക്ലബ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു 5 മണിക്ക് എഴുന്നേറ്റ്, 5 മണി എന്നുള്ളത് അദ്ദേഹം ഒരു സമയം വെക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ ഉണരുന്നതിനേക്കാൾ ഏകദേശം 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഉണരുകയും ആ ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുക എന്നൊരു കൺസെപ്റ്റാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻസുകൾ നോക്കാതെ, നമ്മളുടെ ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, മറ്റ് തമാശ പറഞ്ഞും ചിരിച്ചും കളിച്ചും സമയം കളയാതെ നമ്മൾ 1 മണിക്കൂർ നമ്മളിലേക്ക് തന്നെ ചേർന്നിരിക്കാനും നമ്മളെ കേൾക്കാനും സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ 5 AM ക്ലബിനോട് റിലേറ്റ് ചെയ്ത് അദ്ദേഹം ഒരു 20-20-20 റൂൾ പറയുന്നുണ്ട്. 20-20 അല്ല, 3-20 റൂൾ. അതായത് ആ 1 മണിക്കൂറിനെ അദ്ദേഹം 3ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. അതായത് 20 മിനിറ്റുകളുടെ 3 സെഷൻസ് ആയിട്ട്. അതിൽ 1ാമത്തെ സെഷനെ അദ്ദേഹം മൂവ് എന്നും, 2ാമത്തേനെ റിഫ്ലക്ഷൻ എന്നും, 3ാമത്തേതിനെ ലേണിംഗ് എന്നും വിളിക്കുന്നു. മൂവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ 20 മിനിറ്റ്, അതായത് നമ്മൾ ഉണർന്നു വന്നിട്ടുള്ള ആദ്യ 20 മിനിറ്റ്, 5 മണി മുതൽ ഒരു 5:20 വരെ നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. നമ്മളുടെ ശരീരത്തിന് വേണ്ടി, നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ഹെൽത്ത് സെറ്റിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക.
നമുക്കറിയാം രാവിലെ തന്നെ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എനർജി ഒരു വളരെയധികം ബൂസ്റ്റ് ചെയ്ത ഒരു ഫീൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ 20 മിനിറ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ ടൈം അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നത് 5:20 മുതൽ 5:40 വരെയുള്ള സമയം സ്പെൻഡ് ചെയ്യാൻ പറയുന്നത് റിഫ്ലക്ഷന് വേണ്ടിയാണ്. റിഫ്ലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിലേക്ക് തന്നെ ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നമ്മളെ കാണുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മളെ കാണുന്ന ഒരു സമയം. അതായിരിക്കണം ആ 20 മിനിറ്റ്. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു മെഡിറ്റേഷനോ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയും നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നതിനെ കേൾക്കുകയും ചെയ്യുന്ന ഒരു 20 മിനിറ്റുകൾ. പിന്നീട് 5:40 മുതൽ 6 മണി വരെയുള്ള 20 മിനിറ്റുകളെ അദ്ദേഹം ലേണിംഗ് എന്നാണ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ ഇന്നലെ വരെ ജീവിച്ചിരുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇന്ന് വരെ ജീവിച്ചിരുന്ന ഒരു സാഹചര്യം നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത്. ശരിയല്ലേ? അപ്പോ നമ്മൾ പിന്നീട് ഒന്നും പഠിക്കുന്നില്ല എന്ന് കരുതുക. അതായത് നമ്മൾ ഇതുവരെ കുറെ ജീവിതാനുഭവങ്ങളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട് ആ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നമ്മളുടെ ആ അറിവിനെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, പുതിയതായി ഒന്നും പഠിക്കുന്നില്ല എങ്കിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു അവിടെയൊക്കെ തന്നെ തുടരേണ്ടി വരും എന്നുള്ളതൊരു വലിയ സത്യമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ പഠിക്കാൻ വേണ്ടി ചെലവാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയാണ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറയാണ് ഈ ഒരു പുസ്തകം ഇത് വളരെ നല്ലൊരു പുസ്തകമാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം ബഹുഭൂരിപക്ഷം ആളുകളും ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? എനി ഗസ്? ഒരു പുതിയ പുസ്തകമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു നല്ല പുസ്തകമാണ് അല്ലെങ്കിൽ ഒരു നല്ല സെഷൻ നടക്കാൻ പോകുന്നുണ്ട്, ഒരു ട്രെയിനിങ് സെഷൻ നടക്കുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് ചെലവ് വരും എന്നുള്ളതാണ്. ആ ബുക്കിന് എത്ര രൂപയാകും? ആ ട്രെയിനിങ്ങിന് എത്ര കാശ് മുടക്കേണ്ടി വരും? എന്നാൽ അദ്ദേഹം അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മളുടെ ലേണിങ്ങിന് വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് എന്ന്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ അതിന്റെ ചെലവുകളെ കുറിച്ച് ചിന്തിക്കരുത്. അത് 100% സത്യമാണ്. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇതിന് ഒരു വായനോത്സവം, നമ്മളൊരു ഓഡിയൻസ് ഫീസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസേഴ്സ് എക്സെല്ലാസ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ അവർ ഒരുപാട് ട്രെയിനിങ് സെഷൻസ് സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ പല പ്ലാറ്റ്ഫോമുകളിലും പല ട്രെയിനിങ് സെഷനും നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ അതിന്റെ കോസ്റ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുണ്ടാകില്ല, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പഠിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ആ സമയവും ആ പണവും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കും. ഇനി നമ്മൾ ഈ എന്താ പറയാ ഈ മൊബൈലിന്റെ ഒക്കെ വേർഷൻ, ഇപ്പൊ ഐഫോണിന്റെ ഒക്കെ ഇപ്പോഴത്തെ വേർഷൻ ഏതായിരുന്നു ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവല്ലോ. ഇപ്പൊ നിലവിൽ ഇറങ്ങിയിരിക്കുന്ന വേർഷൻ ആരൊന്നും ഉണ്ടല്ലോ. 16 ഇറങ്ങാൻ പോകുന്നു. 15 ഇപ്പോ നിലവിലുണ്ട്. അപ്പോൾ ഐഫോണിന് ഒരു വേർഷൻ ഉണ്ട്. അതൊരു വേർഷനിൽ നിന്ന് അടുത്ത വേർഷനിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ iOS ഇപ്പോൾ 18 ഇറങ്ങി, അതിൽ AI സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ വേർഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ അതിന്റെ ഒരു വെർഷനിൽ നിന്ന് അടുത്ത വെർഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ കുറെ ഫീച്ചേഴ്സ്, എന്തൊക്കെയോ പുതിയതായി കുറെ ആഡ് ഓൺസ് ഒക്കെ അതിനകത്ത് ഉണ്ടാകും എന്നാണ് നമ്മൾ ഈ വെർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. U 2.0 എന്നൊരു അധ്യായത്തിൽ, ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും, അതായത് എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അല്ലെങ്കിൽ റോബിൻ ശർമ്മയെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്കറിയാം.
അതായത് എന്താണ് നമുക്ക് വേണ്ടത്, എവിടെയാണ് നമുക്ക് എത്തേണ്ടത് എന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതിന് എന്ത് ചെയ്യണം എന്നും നമുക്കറിയാം. എങ്കിൽ ആ യാത്ര തുടങ്ങാൻ നിങ്ങളെ എന്താണ് തടയുന്നത്? ഇന്നത്തെ ഈ ദിവസം ആ യാത്രയുടെ ആദ്യ ദിവസമാക്കിക്കൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്നു, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മിടുക്ക് കാണിക്കുന്നവരാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ എടുത്ത് ചെയ്യാം എന്നാണ് നമ്മൾ പലപ്പോഴും കരുതുക. അദ്ദേഹം അടിവരയിട്ട് കുറിക്കുന്നു, എളുപ്പമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ എന്ന് ചേർന്ന് വരുന്ന സാഹചര്യം വളരെ വളരെ വിരളമാണ് എന്ന്. അതായത് ഈസിയസ്റ്റ് തിങ് ഈസ് ദ ബെസ്റ്റ് തിങ് എന്നുള്ളത് വെരി റയർ ഒക്കേഷനാണ് എന്ന്. അപ്പൊ നമ്മൾ എളുപ്പമുള്ളതിന്റെ പുറകെ പോവുകയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി സമയം ചെലവഴിക്കുക, ആ യാത്ര തുടങ്ങുക എന്നുള്ളതാണ്. അതിനുവേണ്ടി 1-2 കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നൊരു 90/90/1 റൂൾ. 90-90-1 റൂൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത 90 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ, അല്ല നമ്മുടെ വർക്കിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 90 മിനിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ട ഒരു സിംഗിൾ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണോ എന്ന് കണ്ടെത്തി അതിനു വേണ്ടി സമയം ചെലവഴിക്കുക. അതായത് ഇനിയുള്ള 90 ദിവസങ്ങൾ നമ്മളുടെ വർക്കിലാണ്. ഇപ്പൊ എനിക്ക് ജോലിയിലാണ് എനിക്കൊരു അടുത്ത ലെവലിലേക്ക് ഉയരണം, ജോലിയിലാണ് ഞാൻ ഒരു വെർഷൻ 2.0 ആവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ജോലിയുടെ ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ 90 മിനിറ്റ് അടുത്ത 90 ദിവസവും ഒരു സിംഗിൾ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, എവിടെയാണ് എനിക്ക് ആ ജോലിയിൽ അടുത്ത ലെവലിലേക്ക് ഉയരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും ഒരു പുതിയ ടൂൾ പഠിച്ചിട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും സ്കില്ല് കുറച്ചുകൂടി മാസ്റ്റർ ചെയ്തിട്ടാണോ, എന്താണെന്ന് ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി 90 ദിവസം, ഒരു ദിവസവും 90 മിനിറ്റുകൾ ആ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതോടൊപ്പം 30 മിനിറ്റ്സ് ഇൻസ്പിറേഷൻ പാക്ക് എന്നതാണ് അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ പോയിന്റ്. അതായത് നമ്മൾ നേരത്തെ ആദ്യമൊക്കെ പറഞ്ഞ പോലെ ലേണിംഗ് എന്ന് പറയുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന പോലെ ഒരു 30 മിനിറ്റ് സമയം നമ്മൾ ഒരു ഇൻസ്പിറേഷൻ പോക്കറ്റായിട്ട് നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന വിധത്തിൽ, അതിപ്പോൾ ഓഡിയോ പുസ്തകങ്ങളൊക്കെ, ഇപ്പം നമുക്കറിയാം ഒരുപാട് ഓഡിയോ ബുക്കുകൾ അവൈലബിൾ ആണ്. പല ടോക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ കാറുകളെ നിങ്ങൾ സഞ്ചരിക്കുന്ന ലൈബ്രറികളാക്കൂ എന്നൊക്കെ. അത് നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരുന്നു. നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ഓഡിബിളോ അല്ലെങ്കിൽ മറ്റു പല കുക്കു FM പോലെയൊക്കെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് എന്താണ് ഇതുപോലത്തെ ബുക്കുകൾ അവൈലബിൾ ആണ്, ഓഡിയോ ബുക്കുകൾ. അതിന് കേൾക്കാൻ വേണ്ടി ഒരു 30 മിനിറ്റ് ചെലവഴിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകം, നമുക്ക് ഇതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ നൽകുന്ന ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുക, ഒരു 30 മിനിറ്റ് മാറ്റിവെക്കുക. മൂന്നാമതായി അദ്ദേഹം പറയുന്നു, റൈറ്റ് യുവർ ഐഡിയൽ ഡേയ്സ്. നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസം, അതിൻ്റെ പുലരി മുതൽ പ്രദോഷം വരെ എങ്ങനെയായിരിക്കണം, എൻ്റെ ഏറ്റവും ഐഡിയലായ ദിവസം എങ്ങനെയായിരിക്കണം എന്ന് കുറിച്ചു വെക്കുക, എഴുതി വെക്കുക. ഇന്ന പോലെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന, എൻ്റെ ഏറ്റവും ഐഡിയലായ ഡേ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അക്കമിട്ട് നിരത്തി എഴുതുക. അപ്പം നമ്മളത് ദിവസവും വായിക്കുകയും ചെയ്യുക. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊരു പുസ്തകത്തെ പറ്റി ഒരു ദിവസം ചർച്ച നടത്തിയിരുന്നു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തികളെക്കുറിച്ച്, അതിൻ്റെ അതീന്ദ്രിയ ശക്തി എന്താണ്, അതിൻ്റെ ഊർജം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഈ ഐഡിയൽ ഡേ അവിടെ നമ്മൾ എഴുതി വെക്കുകയും ആ ഐഡിയൽ ഡേയെക്കുറിച്ച് നമ്മൾ ആ ഐഡിയൽ ഡേക്ക് വേണ്ടി നമ്മൾ ഓരോ ദിവസവും വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ ദിവസത്തിലേക്കും നമ്മളിലേക്കുമുള്ള അകലം കുറച്ച് കുറച്ച് കൊണ്ടുവരികയും അവസാനം ആ ഒരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്.
അപ്പൊ നമ്മളുടെ അടുത്ത വെർഷൻ U 2.0 എന്ന് പറയുന്ന ഒരു വെർഷനിലേക്ക് വളരാൻ വേണ്ടി 90 മിനിറ്റ് 90 ദിവസങ്ങൾ ഒരൊറ്റ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുകയും ഒരു 30 മിനിറ്റോളം നമ്മളുടെ ഒരു ഇൻസ്പിരേഷൻ പോക്കറ്റായി ഉപയോഗിക്കുകയും അതോടൊപ്പം നമ്മളുടെ ഐഡിയൽ ഡേയ്സ് എഴുതി വെക്കുകയും അത് വായിച്ച് അതിലേക്ക് എത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിരാശപ്പെടുന്ന ആളുകളെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി എന്ന് വിചാരിക്കാം. നമുക്ക് അവിടെ നിന്ന് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു 1000 രൂപയുടെയോ ഒരു 2000 രൂപയുടെ സാധനം മേടിച്ച് ബില്ല് തരുന്നതിൻ്റെ ഒപ്പം അവിടെ റിസപ്ഷൻ ആ ബില്ലടിക്കാനിരിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ആരോ ആയിക്കോട്ടെ, അവർ നമുക്ക് ഒരു സ്ക്രാച്ച് കാർഡ് തരുന്നു. നമ്മൾ ഈ സ്ക്രാച്ച് കാർഡ് വാങ്ങിച്ച് നോക്കുന്നു, സാർ ഇത് നിങ്ങളിപ്പോൾ 2000 രൂപയുടെ പർച്ചേസ് നടത്തിയല്ലോ, ഇത് സാറിന് അതിനുള്ള ഒരു ഓഫറാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് എന്ത് കൊടുത്താലും ഉടനെ ഗൂഗിൾ പേ നിങ്ങൾക്കൊരു സ്ക്രാച്ച് ആൻഡ് വിൻ എന്നൊക്കെ പറഞ്ഞൊരു സാധനം തരും. എന്നിട്ട് ഈ സാധനം നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കുകയാണ്. സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഗൂഗിൾ പേയിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഡയലോഗ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നുള്ള ഡയലോഗാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ നിമിഷം നമ്മൾ ഡിസപ്പോയിന്റഡ് ആവുകയാണ്. അതായത് നമ്മൾ ആകെ നിരാശരായി, നമുക്ക് കിട്ടേണ്ടിയിരുന്ന എന്തോ അവിടെ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഈ ഒരു ചിന്താഗതിയെ അദ്ദേഹം പറയുന്നത് ഒരു ലോട്ടറി മൈൻഡ് സെറ്റ് എന്നാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ, അതായത് എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ, നമ്മളുടെ ഇന്നത്തെ ജീവിത സാഹചര്യം മാറണമെങ്കിൽ ഒരു ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ എന്തോ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. അതായത് ഒരു മെജോറിറ്റി ആളുകളുടെയും ഒരു മൈൻഡ് സെറ്റാണ് ഈ ലോട്ടറി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഭാഗ്യം എവിടെ നിന്നോ എപ്പോഴോ കടന്നു വരേണ്ടതാണ്, അല്ലെങ്കിൽ ആരോ ഒരാൾ നമുക്ക് കൊണ്ടുവന്ന് തരേണ്ടതാണ് എന്നുള്ള ഒരു ചിന്താഗതി. ഇതിന് നേരെ വിപരീതമായിട്ട് മറ്റൊരു മൈൻഡ് സെറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് മാസ്റ്ററി മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി മൈൻഡ് സെറ്റ് എന്നുള്ളത്. അപ്പൊ ലോട്ടറി മൈൻഡ് സെറ്റ് നമ്മൾ പറഞ്ഞു, നമുക്ക് എന്തൊക്കെ വേണം, നമ്മൾ നേരത്തെയും പറഞ്ഞു, നേരത്തെ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് വേണം എന്ന് നമുക്കറിയാം. ലോട്ടറി മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ചിന്തിക്കുന്നത് ആ ജീവിതത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ എനിക്ക് ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരു ഭാഗ്യം എന്നിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ്. എന്നാൽ ഈ മാസ്റ്ററി മൈൻഡ് സെറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം നേരത്തെ നമ്മുടെ ലോട്ടറി മൈൻഡ് സെറ്റുകാരെ പോലെ ഇവർക്കും അറിയാം എന്താണ് വേണ്ടത്, എൻ്റെ ജീവിതത്തിലേക്ക് എന്താണ് കടന്നു വരേണ്ടതെന്നൊരു ബോധ്യം എനിക്കുണ്ട്. അതിലുപരി അതിലേക്ക് എങ്ങനെ എത്തണമെന്നും അതിന് വേണ്ട സ്ട്രാറ്റജീസ്, ടെക്നിക്സ് ഇതൊക്കെ എന്താണെന്നും അവർക്കൊരു ബോധ്യമുണ്ട്. അതാണ് മാസ്റ്ററി മൈൻഡ് സെറ്റ്. നമുക്ക് പല ആളുകളുടെ ജീവിതവും പരിശോധിച്ചാൽ, വിജയിച്ച ആളുകളുടെ ജീവിതം നമുക്ക് നോക്കിയാൽ കാണാം. നേരത്തെ നമ്മൾ ആദ്യത്തെ കുട്ടികളുടെ ഉദാഹരണം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു മീഡിയം ആവറേജ് ലൈഫിൽ സെറ്റിലായിട്ട് നമ്മളെക്കാൾ ഉയർന്ന് ജീവിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് ഇവനൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവനാണ്, അവൻ്റെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അവന് കിട്ടിയ ഒരു അവസരം എനിക്ക് കിട്ടിയില്ലോ, അല്ലെങ്കിൽ ഞാൻ മറിച്ചേനെ തിരിച്ചേനെ എന്നൊക്കെ നമ്മൾ എല്ലാവരും ഇരുന്ന് പറയും. പക്ഷേ അവിടെ നമുക്ക് വരുന്ന ബേസിക് ആയിട്ടുള്ള പ്രശ്നം നമ്മൾ ഈ ലോട്ടറി മൈൻഡ് സെറ്റ് വെച്ച് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഭാവി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു മാസ്റ്ററി മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയുകയും അതിലേക്ക് എങ്ങനെ എത്തണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോ ഈ പുസ്തകം വായിക്കുന്നവരോട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് തന്നെ നിങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ നിങ്ങൾ പൊട്ടിച്ചെറിയുക. അതുപോലെ നിങ്ങളുടെ എക്സ്ക്യൂസുകൾ, നിങ്ങൾ അതിന് ഓരോരോ എക്സ്ക്യൂസുകൾ പറയുന്നുണ്ട് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട്, അതിനെ എല്ലാം അവഗണിക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ കളി നമ്മൾ അങ്ങോട്ട് മാറ്റാൻ ഉള്ള ഒരു തീരുമാനം നിങ്ങൾ ഓരോരുത്തരും എടുക്കുക വിത്ത് എ മാസ്റ്ററി മൈൻഡ് സെറ്റ്. വീണ്ടും നമ്മൾ ആ പുസ്തകത്തിനോടൊപ്പം യാത്ര തുടരുമ്പോൾ
നിക്കി ലോഡ എന്ന് പറയുന്ന ഒരു ഫോർമുല 1 റേസറെ നമ്മളുടെ റോബിൻ ശർമ്മ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ദ മാൻ ഹൂ ലോസ്റ്റ് ഹിസ് ഫേസ് എന്ന് പറഞ്ഞിട്ട്, മുഖം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട്. നിക്കി ലോഡ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു ഫോർമുല 1 റേസിംഗ് ചാമ്പ്യനാണ്, വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു. 1976 ഓഗസ്റ്റ് 1 ജർമ്മൻ ഗ്രാൻഡ് പിക്സിൽ നടന്ന ഒരു കാറോട്ട മത്സരത്തിൽ അദ്ദേഹം ഓടിച്ചിരുന്ന ഫെരാരിയുടെ നിയന്ത്രണം വിട്ടുപോവുകയും അതൊരു മതിലിലിടിച്ച് കത്തി അമരുകയും ചെയ്തു. അദ്ദേഹം തന്നെ പറയുന്നു, ഏതാനും സെക്കൻഡുകൾ ഞാൻ അതിനുള്ളിൽ ഇരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും ആ കാറിനൊപ്പം കത്തിച്ചാമ്പലായി പോയേനെ എന്ന്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് ഹോസ്പിറ്റലിലൊക്കെ ആയി. അദ്ദേഹത്തിന്റെ മുഖത്തിന്റെയും തലയോട്ടിയുടെയും ഒക്കെ ഒരു ഭാഗമൊക്കെ കത്തി കരിഞ്ഞു പോയ സാഹചര്യത്തിൽ അദ്ദേഹം ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, എന്തെങ്കിലും ഒരു അപകടം പറ്റി ആരെങ്കിലുമൊക്കെ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ കുറെ ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വന്നു നിന്നിട്ട്, അവന് ഈ എന്ത് നല്ല മനുഷ്യനായിരുന്നു, അവന് ഈ ഗതി വന്നല്ലോ, എന്നാലും അങ്ങനെ വന്നല്ലോ, ഇങ്ങനെ വന്നല്ലോ, ഇനി ഏത് കാലത്ത് ഇവന് എണീറ്റ് നടക്കും, ഇനി ഇവന് കാറിൽ കയറാൻ പറ്റുമോ, ഓടിക്കാൻ പറ്റുമോ, എങ്ങനെ, എന്ത് ചാമ്പ്യനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡയലോഗുമായിട്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും നിരന്നിരുന്നിരുന്നു. എന്നാൽ 6 ആഴ്ചകൾക്ക് ശേഷം ഇറ്റാലിയൻ ഗ്രാൻഡ് പിക്സ് വന്നപ്പോൾ അദ്ദേഹം ആ കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുകയും 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അതിനുശേഷവും അദ്ദേഹം പല മത്സരങ്ങളിലും പങ്കെടുക്കുകയും 1ാമതെത്തുകയും ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കരിയറിന് ശേഷം, ആ സ്പോർട്സ് സംബന്ധമായ ഒരു കരിയറിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു നമ്മുടെ ഫ്ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്റർപ്രനർ ആവുകയും ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആവുകയും ഒക്കെ ചെയ്തു. നിക്കി ലോഡ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തിന്റെ ദ മാൻ ഹൂ ലോസ്റ്റ് ഹിസ് ഫേസ് എന്ന അദ്ദേഹത്തിന്റെ ഈ കഥ പറഞ്ഞുകൊണ്ട് റോബിൻ ശർമ്മ നമ്മളോട് 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, യു ആർ സ്ട്രോങ്ങർ ദാൻ യു നോ. നമ്മളെ അറിയുന്നതിനേക്കാൾ ശക്തരാണ് എന്നുള്ളത്. യു ആർ സ്ട്രോങ്ങർ ദാൻ യു നോ. നമ്മൾ ഓരോരുത്തരും, നമുക്കറിയാം നമ്മൾ ശക്തരാണ് എന്ന് പറയും, പക്ഷേ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ശക്തിയേക്കാൾ അപാരമായ ശക്തികളുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധികൾ കടന്നു വരണം. ആ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ ശക്തി, നമ്മളുടെ ശരീരത്തിന്റെ ശക്തി, നമ്മളുടെ ഇമോഷന്റെ ശക്തി, അല്ലെങ്കിൽ നമ്മളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള നമ്മുടെ ശക്തി, ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടും. അത് അതിനു മുമ്പ് നമ്മൾ ഉണ്ടായിരുന്ന ഒരു ലെവലിൽ നിന്നും എത്രയോ ഉന്നതയിലാണ് നമ്മുടെ യഥാർത്ഥ ശക്തി എന്ന് തിരിച്ചറിയാൻ ഇത്തരം പ്രതിസന്ധികൾ നമ്മളെ സഹായിക്കും. രണ്ടാമത് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു, ഗെറ്റ് ബാക്ക് ടു ദ കാർ ഫാസ്റ്റ്. ആ കാറിലേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോവുക എന്ന്. നമ്മളുടെ കഥാനായകനും ഒരു അപകടം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, 6 ആഴ്ചകൾക്കുള്ളിൽ അദ്ദേഹം ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക്, അതേ കാറിന്റെ അല്ല, ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മടങ്ങി വന്നു എന്ന്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഇതുപോലത്തെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ, അല്ലെങ്കിൽ അതിന്റെ ആ എക്സ്ട്രീമിൽ അല്ലെങ്കിലും അതിലും ചെറിയ ലെവലിലുള്ള ഒരു സാഹചര്യത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആ കാറിലേക്ക്, ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമ്മൾ തിരിച്ചെത്താൻ നമ്മൾ വൈകും തോറും ഭയം നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കും. അതായത് നമ്മളൊരു കാര്യം ചെയ്തു, പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഉദ്ദേശിച്ച രീതിയിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് അത് ചെയ്യാൻ നമ്മൾ പലപ്പോഴും മടിക്കും. എത്രയും പെട്ടെന്ന് ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മടങ്ങിയെത്താനാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ വൈകും തോറും നമ്മളുടെ ഭയം തന്നെ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ചിലപ്പോൾ ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് വരും. അതോടൊപ്പം നെവർ സ്റ്റോപ്പ് ആക്സലറേറ്റിംഗ് എന്നുകൂടി ഈ കഥയോട് ചേർത്ത് അദ്ദേഹം കുറിക്കുന്നു. ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ഈ ഒരു കാർ ഓട്ടം മത്സരത്തിന്റെ ആ ഒരു കരിയർ അവസാനിച്ചതിന് ശേഷം അദ്ദേഹം 1-2 ഫ്ലൈറ്റ് കമ്പനികളുടെ CEO ഒക്കെ ആയി, സ്വന്തമായൊരു പുസ്തകമൊക്കെ എഴുതി. അങ്ങനെ അദ്ദേഹം മറ്റൊരു നിലയിലേക്ക് ഉയരുകയാണ് ചെയ്തത്. അതായത് തൻ്റെ ജീവിതത്തിന്റെ ആ ഒരു
ആക്സിലറേറ്റിംഗ് പവർ ഒട്ടും കുറയാതെ ആ യാത്ര മുന്നോട്ട് തുടരുന്നു. പലപ്പോഴും സ്പോർട്സിലൊക്കെ നമുക്കറിയാം, ഒരു കളി ജയിച്ചു എന്നുള്ളത് ഒരു കളി ജയിച്ച് അവസാനിക്കുന്നത് സത്യത്തിൽ അടുത്ത കളി ജയിക്കാനുള്ള ഒരുക്കമാണ്. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്ത്യ ലോകകപ്പ് നേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകകപ്പും കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ഇനി ഇതോടുകൂടി എല്ലാം അവസാനിച്ചു, ഇനി കളി നിർത്തി എന്നുള്ളതല്ല. കാരണം അവര് അടുത്ത ഒരു കളിക്കുള്ള ഒരുക്കങ്ങളിലാണ് എപ്പോഴും. അതൊരു സ്പോർട്സിന്റെ ഒരു തത്വമാണ്. അത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പകർത്താൻ സാധിക്കണം. ഇനി വീണ്ടും ബി എ ഗിവർ വേഴ്സസ് എ ടേക്കർ. നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ആളുകളെ ഇല്ലെങ്കിൽ നമ്മളെയോ ആരെ വേണമെങ്കിലും നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് അവരെ ഇതിലേതെങ്കിലും ഒരു കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്നുകിൽ ഒരു ഗിവർ അല്ലെങ്കിൽ ഒരു ടേക്കർ. നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ, നമ്മളുടെ ജോലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഈ ലോകത്തിന് തന്നെ നമ്മൾ ഒന്നുകിൽ ഒരു ഗിവറാണ് അല്ലെങ്കിൽ ഒരു ടേക്കറാണ്. ഇനി ടേക്കർമാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും അവർ നമ്മുടെ സമ്പാദ്യങ്ങൾ they will take our energy, they will take our resources, they will take our time. നമ്മുടെ സമയവും നമ്മളുടെ ഊർജവും നമ്മളുടെ റിസോഴ്സസും എല്ലാം അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇവരൊക്കെ എന്ത് മനുഷ്യന്മാരാണ്, ഇത്തിൽ കണ്ണികളെ പോലെ ഇവര് നമ്മളിങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരുന്നത്. എന്നാൽ റോബിൻ ശർമ്മ നമ്മളെ തിരുത്തുന്നുണ്ട്. അത് അവരൊന്നും ചീത്ത ആളുകളായത് കൊണ്ടല്ല അവരങ്ങനെ പെരുമാറുന്നത്, മറിച്ച് അവർക്കൊരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉണ്ട്. അതായത് എന്തോ ഒരു ദൗർലഭ്യം ഉണ്ട് എന്നൊരു ചിന്തയാണ് അവർക്ക്. അപ്പൊ ഇല്ലാതെ പോകുമ്പോൾ എത്രയും പെട്ടെന്ന് അതൊക്കെ തന്നോട് ചേർത്ത് പിടിക്കണം, അല്ലെങ്കിൽ തനിക്കത് ഇല്ലാതായി പോകുമോ എന്ന് വിചാരിക്കുന്ന ഒരു ചിന്താഗതി കൊണ്ടാണ് പലപ്പോഴും അവരിങ്ങനെ ഒരു ടേക്കറായി മാറുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതിനപ്പുറത്തൊരു ജനറോസിറ്റി മൈൻഡ് സെറ്റ്, അതായത് ഒരു ഗിവറുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതായത് ചില ആളുകൾ നമ്മളോട് പരാതി പറയാറുണ്ട്, ഞാനൊരു മാടിനെ പോലെ പണിയെടുത്തു, അല്ലെങ്കിൽ ചിലർ പട്ടിയെ പോലെ പണിയെടുത്തു എന്നൊക്കെ പറയും. അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലാണ് പറഞ്ഞു. ഇങ്ങനെ പണിയെടുത്തിട്ടും അവരെന്നെ പരിഗണിക്കുന്നില്ല, അതിൻ്റെ ഒരു മെച്ചം എനിക്ക് കിട്ടുന്നില്ല, ഞാൻ എന്തിനിങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. പക്ഷേ സത്യത്തിൽ അവരെ വിലയിരുത്തുന്നത് അവരൊരു ഗിവറാണ്. അതായത് ഞാൻ ആൾക്കാർക്ക് ഇത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്നാണ് അവര് പരാതി പറയുന്നത്. പക്ഷെ നമ്മൾ അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവരൊരിക്കലും ഒരു ഗിവർ അല്ല, മറിച്ച് അവരൊരു ടേക്കറാണ്. അപ്പൊ അവർ ഈ കമ്പനിയുടെ ശമ്പളം, സത്യത്തിൽ ആ ശമ്പളം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട്, അതായത് അത് ടേക്ക് ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവരാണ് അവർ ശരിക്കും. നേരെ മറിച്ച് നമ്മളൊരു ഗിവർ എന്നുള്ള ഒരു ജനറോസിറ്റി മൈൻഡ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ ഞാനിവിടെ ചെയ്യുന്നുണ്ടോ, എനിക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഈ ഓർഗനൈസേഷന് വേണ്ടി ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്കിൽ എങ്ങനെയെങ്കിലും വളർത്താൻ സാധിക്കുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് ചോദിക്കുന്നു, നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നു, നമ്മൾ കമ്പനിക്കുള്ള കോൺട്രിബ്യൂഷൻ കൂട്ടുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൂടുതൽ പണം കിട്ടും, അതുപോലെ നമുക്ക് പ്രൊമോഷൻ കിട്ടും, കയ്യടികൾ കിട്ടും, നമ്മൾ ഹാപ്പി ആവും, അത് നമുക്ക് കൂടുതൽ എനർജി നൽകും, അത് നമ്മളിൽ ഒരു ക്രിയേറ്റീവ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യും. അവസാനം നമ്മളൊരു വിജയിയായി മാറും. അപ്പൊ ഒരു വിജയിയായി മാറാൻ വേണ്ടി നമുക്ക് തുടങ്ങേണ്ടത് നമ്മളൊരു ഗിവർ ആവുക എന്നുള്ളതാണ്. ഒരു ടേക്കർ എന്നതിൽ നിന്ന് ഒരു ഗിവറിലേക്ക് മാറുമ്പോൾ നമ്മൾ ഒരു വിന്നറായി മാറുക കൂടിയാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഈ പുസ്തകത്തിന്റെ ഒരു ചാപ്റ്ററിൽ ബിഗ് 5 ഫോർ ദിസ് ഇയർ എന്നൊരു കൺസെപ്റ്റ് കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ബിഗ് 5, FIVE, അതായത് നമ്പർ 5 എന്നുള്ള രീതിയിൽ, ഫോർ ദ ഇയർ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു വർഷം ഏറ്റവും അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയില്ല, അടിപൊളി എന്നൊക്കെ അല്ലേ നമ്മൾ പലപ്പോഴും പറയാം. അതായത് ഏറ്റവും അടിപൊളിയായിരുന്ന ഒരു വർഷമാണ് ഈ വർഷം എൻ്റെ എന്ന് പറയാൻ തക്ക വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്.
അതായത് ഈ ഒരു വർഷം എൻ്റെ ഏറ്റവും മികച്ച വർഷമാണ് എന്നെനിക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു 5 കാര്യങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കണം. ഈ 5 കാര്യങ്ങളെ വിജയിപ്പിക്കുക. അങ്ങനെ എൻ്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ചൊരു വർഷമാക്കി മാറ്റാനുള്ള രീതിയിൽ വേണം നമ്മളുടെ പ്രവർത്തനം. അതാണ് ബിഗ് 5 ഫോർ ദിസ് ഇയർ എന്ന കൺസെപ്റ്റിൽ അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു 5 കാര്യങ്ങൾ സെലക്ട് ചെയ്യുകയും അതിലേക്ക് നമ്മളുടെ ഫോക്കസ് മാറുകയും ചെയ്യുമ്പോൾ നമ്മളുടെ പ്രയോറിറ്റി അതിലേക്ക് വരും. നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനോട് ചേർത്ത് നമ്മളുടെ ഡെയിലി ലൈഫിനെ നമ്മൾ പ്ലാൻ ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് ആത്യന്തികമായിട്ട് നമ്മൾ പറഞ്ഞു ഈ 5 കാര്യങ്ങൾ കിട്ടിയ ഈ വർഷം ഏറ്റവും സൂപ്പർ എന്ന് പറയാവുന്നൊരു വർഷമാക്കി മാറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ 5 കാര്യങ്ങൾ കിട്ടിയാൽ അത് ആ മാറ്റം വരും. ഓരോ ഇതിൽ പറയുന്ന പോലെ നമുക്ക് ചുറ്റും കുറെ മലകളുണ്ട്. ഇതിൽ ഏതെങ്കിലും നമ്മൾ നേരെ കാണുന്ന ഒരു മലയുടെ മുകളിലേക്ക് പിടച്ച് കയറിയിട്ട് അതിന്റെ മുകളിൽ ചെന്ന് നിന്നിട്ട് പറയാണ്, അയ്യോ ഈ മലയായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത് അപ്പുറത്തെ മലയായിരുന്നല്ല ഞാൻ കയറേണ്ടിരുന്നത് എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. നമുക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കയറുന്നത് ഏത് മലയുടെ മുകളിലേക്കാണെന്ന് നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. ടെഡ് ലിയോൺസിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മുടെ റോബിൻ ശർമ്മ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ടെഡ് ലിയോൺസിസ് അദ്ദേഹം ഗ്രൂപ്പോൺ കമ്പനിയുടെ വൈസ് ചെയർമാൻ ആണ്. ഒരു വൺ ഓഫ് ദ സക്സസ്ഫുൾ ബിസിനസ് മാൻ ആണ്, ബില്യനെയർ ആണ് എന്നൊക്കെ പറയാം. ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു യാത്ര പോവാണ്. ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലൈറ്റ് യാത്രയിൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത അദ്ദേഹം കേൾക്കാണ്. അതായത് എന്തായിരിക്കും? ഈ ഫ്ലൈറ്റ് അപകടത്തിലാണ്, ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഫ്ലൈറ്റ് തകരും, നമ്മളെല്ലാവരും കാലിയാവും. അങ്ങനെ ഒരു വാർത്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ കേൾക്കാണ്. അപ്പൊ അദ്ദേഹം മാനസികമായിട്ട് അവിടെ ഇരുന്നിട്ട് തൻ്റെ എന്തായാലും മരിക്കാറായി. അപ്പോൾ ആ മരണത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എൻ്റെ കഴിഞ്ഞകാല ജീവിതം എന്നൊക്കെയുള്ള രീതിയിൽ. അതിനുശേഷം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ കഥ കേൾക്കുന്ന നമ്മളുടെയോ അല്ലെങ്കിൽ അത് എഴുതാൻ റോബിൻ ശർമ്മയുടെ ഒക്കെ ഭാഗ്യം കൊണ്ട് ആ പ്ലെയിൻ അന്ന് ക്രാഷ് ആയില്ല. ഒന്നും പറ്റിയില്ല. അവസാനം ഈ പ്ലെയിൻ സുരക്ഷിതമായി എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് നമ്മുടെ കഥാനായകൻ എഴുതി വെക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ 101 ഗോൾസ് ദാറ്റ് അതായത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യേണ്ട 101 ഗോളുകൾ അദ്ദേഹം എഴുതി വെക്കുകയാണ്. അത് ഒരു നല്ല പ്രണയത്തിലുള്ള ഒരു വിവാഹം കഴിക്കണം, അതുപോലെ എന്താ പറയുക, ഒരു 100 മില്യൺ സമ്പാദിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയൊരു മീഡിയ കമ്പനി ഉണ്ടാക്കണം, പല സ്ഥലങ്ങളും സന്ദർശിക്കണം, ഓരോ സ്ഥലങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് ആ സ്ഥലങ്ങൾ സന്ദർശിക്കണം, ഒരു പുസ്തകം എഴുതണം, അങ്ങനെ ഒരുപാട് 101 കാര്യങ്ങൾ 101 തിങ്സ് ടു ഡു ബിഫോർ ഐ ഡൈ എന്നൊരു ലിസ്റ്റ് അദ്ദേഹം ഉണ്ടാക്കുകയും ആ ലിസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന പോലെ, നമ്മൾ ചില മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതായത് ഒരു പ്രോഡക്റ്റ് പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ പുറത്തേക്ക് വിടുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ 1 2 3 4 ഇന്ന ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ചെക്ക് ലിസ്റ്റ് എഴുതി വെക്കുകയും അതിങ്ങനെ ടിക്ക് ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരു കഥ. അപ്പൊ അതുപോലെ 101 തിങ്സ് ടു ഡു ബിഫോർ ഐ ഡൈ ലിസ്റ്റ്, അങ്ങനെ ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാകണം എന്നും ആ ലിസ്റ്റ് പ്രകാരം നമ്മൾ ജീവിക്കണം എന്നും അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന കാര്യം പറയും പലപ്പോഴും. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാവും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ. പക്ഷേ അതിലുപരി ഈ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് ഒരിക്കലും തയ്യാറാവില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചു വെച്ച അല്ലെങ്കിൽ മുമ്പ് പണ്ട് ശീലിച്ച പല കാര്യങ്ങളെയും നമ്മൾ തള്ളിപ്പറയേണ്ടി വരും. അപ്പൊ ഇതുവരെ നമ്മൾ ശീലിച്ചതിൽ നിന്ന് മാറ്റം കൊണ്ടുവരാതെ, മാറി ശീലിക്കാതെ, ഇതുവരെ നമ്മൾ ചിന്തിച്ചതിൽ നിന്ന് മാറി ചിന്തിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യം. ആളുകൾക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ ഒരു അറിയാനുള്ളൊരു അടങ്ങാത്തൊരു ആഗ്രഹം നമുക്കുണ്ടാകണം. പലപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ
നമ്മൾ വിജയിച്ച ആളുകളെ പലപ്പോഴും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവൻ അത് ചെയ്തല്ലോ, അവൻ അത് ചെയ്ത് വിജയിച്ചു. സത്യത്തിൽ അത് ചെയ്യാനിറങ്ങുമ്പോൾ അയാളുടെ മുമ്പിലും ഇതുപോലുള്ളൊരു അൺകംഫർട്ട് ഉണ്ട്. അതായത് ഇത് ചെയ്താൽ എന്താകും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ശരിയാവില്ലേ, ശരിയാവോ, ഇത് ചിലപ്പോൾ ഇതോടുകൂടി എൻ്റെ പരിപാടി അവസാനിക്കോ, ഈ കട പൂട്ടേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചിന്ത അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ അവന് വേറൊരു ചിന്ത കൂടി ഉണ്ട്. ഇത് ഞാനിപ്പോൾ ചെയ്ത് നോക്കിയില്ല എങ്കിൽ, ഇത് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നില്ല എങ്കിൽ, ഞാൻ ഈ അറിഞ്ഞ കാര്യം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ എവിടെയായിരുന്നു അവിടെ തന്നെ ആയിരിക്കും ഇനിയും എന്നുള്ള ഒരു ബോധ്യം അവനുണ്ട്. അത് തന്നെയാണ് അവനെ മറിച്ച് ചിന്തിക്കാൻ പലപ്പോഴും പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗികവൽക്കരിക്കാൻ നമ്മൾ മടിക്കുന്നത് നമ്മളുടെ തുടർന്നു വന്ന ശീലങ്ങൾ മാറ്റാനും അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്തകൾ മാറ്റാനും നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലുപരി ആ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു മാറ്റം നമ്മുടെ സ്വഭാവത്തിനും നമ്മളുടെ ചിന്തകൾക്കും മാറ്റം വരുത്തി ഈ ഒരു പുതിയ കാര്യം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ തന്നെ നമ്മൾ തുടർന്നും നിൽക്കേണ്ടി വരും. നമുക്ക് മുമ്പേ യാത്ര പോയ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയരങ്ങളിലേക്ക് എത്തിയ ആളുകളെ നോക്കി നിരാശയോടെ അല്ലെങ്കിൽ അസൂയയോടെയൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന വെറും കാണികളായി പലപ്പോഴും മാറേണ്ടി വരും. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സന്തോഷം, പലപ്പോഴും നമ്മളുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ അതിനുള്ളൊരു കാരണം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ നമ്മൾ ശരിക്ക് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി വിഷമിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ സന്തോഷം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ സന്തോഷിക്കേണ്ട മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ നമ്മൾ സന്തോഷിക്കുന്നതിന് പകരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എൻ്റെ വീട് അവൻ്റെ വീട്, എൻ്റെ കാറ് അവൻ്റെ കാറ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബം അവൻ്റെ കുടുംബം, എൻ്റെ ജോലി അവൻ്റെ ജോലി, ഇങ്ങനെ മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴാണ് സത്യത്തിൽ എന്ത് സംഭവിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൽ അൺഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മളുടെ വഴികളിൽ നമ്മൾ സഞ്ചരിക്കുന്ന നമ്മളുടെ പാതയിൽ നമുക്കൊരു എതിരാളിയുമില്ല. അത് വിശാലമായി നമുക്ക് വേണ്ടി തുറന്നു കിടക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ സമാധാനത്തോടെ മുന്നോട്ട് പോയാൽ മതി. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മളുടെ അച്ഛൻ്റെ, നമ്മളുടെ അമ്മയുടെ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിത പങ്കാളിയുടെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള കുറെ ആളുകൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹം പറയുന്ന ആ വിജയമല്ല, ആ ജീവിതമല്ല നമുക്ക് ജീവിക്കാനുള്ളത്. നമുക്ക് ജീവിക്കാനുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ജീവിതമാണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് നമ്മളുടെ പാതയിൽ നമ്മൾ ജീവിക്കുക, മറ്റൊരാളുമായി കമ്പയർ ചെയ്തുകൊണ്ടല്ല. ഒരിക്കലും പലപ്പോഴും ഈ കമ്പാരിസൺ സത്യത്തിൽ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ്, സന്തോഷത്തെക്കാളേറെ സങ്കടമാണ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഏകദേശം 39 അധ്യായങ്ങളുള്ള ഒരു പുസ്തകത്തെയാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തത് അല്ലെങ്കിൽ ഡിസ്കഷൻ എടുത്തത്. അതിലേതാനും ചില അധ്യായങ്ങൾ, 8 or 9 അധ്യായങ്ങളാണ് നമ്മളിവിടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ചത്. നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫിലൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഏതൊക്കെയോ ലിമിറ്റിംഗ് ബിലീഫിൽ കുടുങ്ങി നമ്മളൊരു ആവറേജ് ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വി നീഡ് ടു റിട്ടേൺ ടു അവർ ഗ്രേറ്റ്നെസ്. നമ്മളുടെ ആ ഒരു ഗ്രേറ്റ്നെസ്സിലേക്ക്, മഹത്വത്തിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മളുടെ ഭയത്തെ നമ്മൾ പൊരുതി തോൽപ്പിക്കണം. അതോടൊപ്പം സൂപ്പർ പ്രൊഡക്റ്റീവായിട്ടുള്ള നമ്പർ 1 ഹാബിറ്റ് 5 AM ക്ലബിൽ പറഞ്ഞ ആ 1 മണിക്കൂറുകൾ 20-20-20 എന്ന 3 സ്ലോട്ടുകളായി മൂവ് ചെയ്തുകൊണ്ട്, റിഫ്ലക്ഷൻ വരുത്തിക്കൊണ്ട്, ലേണിംഗ് നടത്തിക്കൊണ്ട് നമ്മളുടെ തൊട്ടടുത്ത വെർഷൻ യുവർ 2.0 എത്താൻ നമുക്ക് സാധിക്കണം. ഒരു ലോട്ടറി മൈൻഡ് സെറ്റിൻ്റെ ഡിസപ്പോയിൻമെൻ്റ് അല്ല നമുക്കുണ്ടാകേണ്ടത്, മറിച്ച് ഒരു മാസ്റ്ററി മൈൻഡ് സെറ്റിൻ്റെ സ്ട്രാറ്റജീസും പ്ലാനിങ്ങും
ടെക്നിക്സും ഒക്കെയാണ് എന്നുള്ളതാണ്. ഒരു മുഖം നഷ്ടപ്പെട്ട മനുഷ്യൻ അവൻ്റെ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മടങ്ങി വന്ന കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ വീഴ്ചയിലും ഓരോ പുറകോട്ട് പോകിലും നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളുടെ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിലേക്ക് മടങ്ങിയെത്തണം. വൈകും തോറും ഭയം നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ ലോകത്തിനും നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ ജോലി ഓർഗനൈസേഷനും എല്ലായിടത്തും നമ്മളൊരു ഗിവറായി മാറിയാൽ, ഒരു ടേക്കർ എന്നുള്ള റോളിൽ നിന്ന് നമ്മൾ എപ്പോൾ മാറാൻ തുടങ്ങുന്നുവോ അവിടെ മുതൽ നമ്മളൊരു വിന്നറാകാനുള്ള യാത്ര ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. അതുപോലെ നമ്മളുടെ ടെഡ് ലിയോണിസ് പറഞ്ഞ പോലെ യുവർ ബിഫോർ ഐ ഡൈ ലിസ്റ്റ്, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ 101 കാര്യങ്ങൾ എഴുതി വെക്കുകയും അവയിലേക്ക് നമ്മളുടെ ജീവിതത്തെ ചേർത്ത് നിർത്തുകയും ചെയ്താൽ നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്ന ആ കലാപരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് അടങ്ങാത്തൊരാവേശത്തോടു കൂടി പഠിക്കാനും പഠിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന ചിന്താ രീതികളും നമ്മൾ ശീലിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ശീലങ്ങളും എല്ലാം മാറ്റി ഈ കംഫർട്ടിൽ നിന്ന് ഞാൻ മാറുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ഞാൻ തുടരുകയാണെങ്കിൽ ഇന്നലെ വരെ ഞാൻ ജീവിച്ച ജീവിതം എന്താണോ അത് തന്നെയായിരിക്കും ഞാൻ മുന്നോട്ടും ജീവിക്കുന്നത് എന്നൊരു തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഇന്നലെ വരെ ജീവിച്ച നമ്മുടെ ആ ജീവിതാനുഭവങ്ങൾ സത്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജമാണ്. അതാണ് നമ്മളെ നമ്മളാക്കി ഇന്ന് ഇവിടെ നിലനിർത്തുന്നത്. കൂടുതൽ കൂടുതൽ പഠിക്കാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തിനെ അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച് അഫ്സൽ സർ. വളരെ നല്ല രീതിയിൽ ആ ഒരു ബുക്കിനെ നമ്മൾ എന്തായാലും വായിച്ചിരിക്കണം എന്ന ഒരു ചിന്തയിലേക്ക് എത്തിക്കാനായിട്ട് അഫ്സൽ സാറിന് കഴിഞ്ഞു. വളരെ 8-9 ചാപ്റ്ററേ പറഞ്ഞുള്ളൂ എങ്കിലും എന്റെ മനസ്സില് ഞാൻ ആ ബുക്ക് വായിച്ചിട്ടില്ല. ഒരുപാട് വായിക്കുന്ന ആളാണ് എന്ന് ഞാൻ എന്നെ പറയുമെങ്കിലും ഇപ്പൊ ഞാൻ വായിച്ചിട്ടില്ല. അത് എനിക്കൊന്ന് എന്തായാലും വാങ്ങി വായിക്കണമെന്നൊരു തോന്നല് പേഴ്സണലി എന്നിലുണ്ടായി. അപ്പോ ആ ഒരു ഐഡിയൽ ഡേനെ കുറിച്ച് പറഞ്ഞത്, പിന്നെ ആ മൈൻഡ് സെറ്റ്, ലോട്ടറി മൈൻഡ് സെറ്റ്, മാസ്റ്ററി മൈൻഡ് സെറ്റ്, ഗിവർ ടേക്കർ, അങ്ങനെ നമുക്ക് ഇപ്പൊ ഈ ഒരു മണിക്കൂറില് ഒരാൾ ഇതിരുന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ഉള്ളിലേക്ക് ആവശ്യത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം സാറിന് ഇന്ന് എടുത്ത് പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ബുക്കിന്റെ മഹത്വം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.